ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗും പ്രഖ്യാപിച്ചു. സിറ്റിംഗ് എംപിമാരായ പി.കെ. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തും ഇ.ടി. മുഹമ്മദ് ബഷീർ പൊന്നാനിയിലും മത്സരിക്കും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മൂന്നാം സീറ്റ് അനുവദിക്കാനാകില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടെന്നും ഇക്കാര്യം കോൺഗ്രസ് അംഗീകരിച്ചെന്നും പാർട്ടി തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിനിടെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പൊന്നാനിയിൽ ഇ.ടി. മുഹമ്മദ് ബഷീറിന് പകരം പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ മത്സരിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഹൈദരാലി തങ്ങളെ സന്ദർശിച്ച പൊന്നാനി മണ്ഡലം ഭാരവാഹികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം പാർട്ടിക്കുള്ളിൽ ചർച്ചയായെങ്കിലും UPA സർക്കാർ അധികാരത്തിലെത്തുന്ന പക്ഷം കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയെന്നും അതിനാൽ തന്നെ അദ്ദേഹത്തെ സുരക്ഷിതമായ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്നാണ് അഭിപ്രായം ഉണ്ടായതെന്നുമാണ് സൂചന. 2 സീറ്റ് മാത്രം സ്വീകരിച്ച് ലീഗ് ഇപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുന്നു. മൂന്നാമതൊരു സീറ്റിന് ലീഗിന് എല്ലാ അർഹതയുമുണ്ട്. എങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചും മുന്നണിയുടെ കെട്ടുറപ്പിനായും മൂന്നാം സീറ്റിൽ ലീഗ് വിട്ടുവീഴ്ച ചെയ്യുകയാണെന്നും തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഹൈദരാലി തങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് തരാമെന്ന് കോൺഗ്രസ് സമ്മതിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പാർട്ടിക്ക് ലഭിച്ച ഒരു സീറ്റിൽ നവാസ് ഗനി മത്സരിക്കുമെന്നും തങ്ങൾ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. കേരളത്തിലെ 20 സീറ്റിൽ UDFന് ഉറപ്പുള്ള 2 സീറ്റുകളാണ് മലപ്പുറവും പൊന്നാനിയുമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. UDFന് വേണ്ടി വെല്ലുവിളി ഏറ്റെടുക്കുകയാണെന്നും തെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം നേടുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മുൻപ് പാർട്ടിക്കുള്ളിൽ നടന്ന ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൂന്നാമതും പൊന്നാനിയിൽ മത്സരിക്കാനുള്ള ദൗത്യം പാർട്ടി ഏൽപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. ഓഹോ, പൈൽസ് ആണല്ലേ? ഹരിദ്ര കഴിക്കിഷ്ട. ഹരിദ്ര പൈൽസിനുള്ള ആയുർവേദ ഫോർമുല.